ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ചൂടിനും നോമ്പിനൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ. എന്നാലാണ് ഞാൻ അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മള് രാഗി വെച്ചിട്ടാണ് ഡ്രിങ്ക് ഉണ്ടാക്കി എടുക്കണത്. അപ്പൊ രാഗി ഇതുപോലെ ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ രാഗിപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നിന്ന് കലക്കിയിട്ട് കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ടുള്ളതാണ്. രാഗി കുറുക്കിയെടുത്തപ്പോൾ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ അതുപോലെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്കാണ്ട് കുറുക്കിയെടുത്തിട്ടുള്ളത്. നന്നായിട്ട് ലൂസ് ആയിട്ടല്ല, നന്നായിട്ട് ടൈറ്റ് ആയിട്ടില്ല കേട്ടോ. അതുപോലെ ഈ ഒരു രീതിക്കാണ് കുറുക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ രാഗി മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഈന്തപ്പഴമാണ്. അപ്പൊ ഒരു 10 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. കുര കളഞ്ഞതിന് ശേഷം വെള്ളത്തിൽ ഇട്ടൊന്ന് കുതിർത്തിയെടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതും കൂടി മിക്സിയുടെ ജാറിലേക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബദാം ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് കുതിർത്തിയതിന് ശേഷം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയെ. ഇതിലേക്ക് പാകത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണ്ടേ. നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ഇവിടെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് മധുരമില്ലെങ്കിൽ പറ്റൂല, അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് 500 പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ജ്യൂസ് ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് ചിയാ സീഡ് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. 2 ടീസ്പൂൺ ചിയാ സീഡ് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണ്ടേ. ചിയാ സീഡൊക്കെ നന്നായിട്ട് കുതിർത്തിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ജ്യൂസിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണ്ടേ. ചിയാ സീഡിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്കസും ചേർത്ത് കൊടുക്കാം കേട്ടോ. സബ്ജാ സീഡ് ഇല്ലാതെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ചിയാ സീഡ് ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണ്ടേ. നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഐസ് ക്യൂബ് വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. നമുക്ക് നോമ്പിനും ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ജ്യൂസാണ് കേട്ടോ. നമ്മൾ രാഗിയും ക്യാരറ്റും ഈന്തപ്പഴമൊക്കെ ചേർത്തിട്ടാണല്ലോ ഈ ജ്യൂസ് റെഡി ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ അത്. നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാനും പിന്നെ ക്ഷീണം മാറാനും നിറം വർദ്ധിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ. ഇപ്പൊ നോമ്പൊക്കെ ആണല്ലോ, അതുകൊണ്ട് തന്നെ നോമ്പിന്റെ ക്ഷീണം മാറാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ജ്യൂസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.